പ്രിയപ്പെട്ടവരെ, കുറച്ച് കുടുംബങ്ങളാണ് നമുക്കിവിടെ പേര് തന്നിട്ടുള്ളത്. അത് ഞാൻ ഓരോരുത്തരായിട്ട് വായിക്കാം. അതിൽപ്പെടാത്ത ആരെങ്കിലും മരണാനന്തരം അവരുടെ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി കൊടുത്തവരുടെ കുടുംബങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ പേര് തന്നവരെ മാത്രം ഇപ്പോൾ വിളിക്കാം. അവരെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് അവർ ക്ഷണിക്കുകയാണ്. ആദരവ് കൊടുക്കുന്നതിന് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറെയും ക്ഷണിക്കുന്നു. ആദ്യമായി നമ്മുടെ പ്രിയപ്പെട്ട ബാസി കുന്നപ്പള്ളിയാണ്. അദ്ദേഹം കഴിഞ്ഞ 25/10/25 നമ്മൾ ചാലക്കുടി മേലൂർ സ്വദേശിയാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. സാമൂഹ്യ രംഗത്തും രാഷ്ട്രീയ രംഗത്തും കലാരംഗത്തുമൊക്കെ സജീവമായി നിറഞ്ഞു വന്നിരുന്ന വ്യക്തിത്വമായിരുന്നു. കേരള യുക്തിവാദി സംഘത്തിൻ്റെ ചാലക്കുടി താലൂക്ക് പ്രസിഡൻ്റായിരുന്നു. പൊന്നമൽവേട്ടിൽ നടക്കുന്ന മകരജ്യോതി എന്ന ആ പ്രതിഭാസമെന്ന് വിശ്വാസികൾ പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി പൊന്നമൽവേട്ടിൽ പോയ ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം. നമ്മളെ 25/10/25 നമ്മളോട് വിട്ടുപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൃതശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് കൊടുക്കുകയാണ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാന പുരസ്സരം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മാറുന്നുള്ള ഒരു കാര്യം കൂടി അറിയിക്കുകയാണ്. മറ്റേ നെടുമ്പക്കാരൻ റപ്പായിയുടെ കുടുംബമാണ്. കഴിഞ്ഞ 9/10/25 റപ്പായേട്ടൻ, അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ താഴേക്കാടാണ്, മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസ കുടുംബമാണ്. പക്ഷേ ഇദ്ദേഹത്തിന് അത്തരം കാര്യങ്ങൾ താല്പര്യമുണ്ടായിരുന്നില്ല. നേരത്തെ തന്നെ എൻ്റെ മരണശേഷം എൻ്റെ മൃതദേഹ ശരീരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിന് നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം തങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മക്കൾ ബന്ധുക്കളും നിറവേറ്റുകയായിരുന്നു. അദ്ദേഹത്തിന് നിർബന്ധമാണ് ഉണ്ടായിരുന്നത് എൻ്റെ ശരീരം തൃശ്ശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ തന്നെ കൊടുക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതേ പ്രകാരം തന്നെ മക്കൾ നിവർത്തിക്കുകയും ചെയ്തു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി റപ്പായിയുടെ മക്കൾ വിടുത്തിട്ടുണ്ട്. അവരെ സാദരം ക്ഷണിക്കുകയാണ്. മറ്റൊന്ന് എഴുപുന്ന ഗോപിനാഥാണ്. അദ്ദേഹം നമ്മുടെ സമീപ ജില്ലയായ എറണാകുളം ജില്ലയിലാണ് താമസിച്ചിരുന്നത്. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ലൈബ്രറി പ്രവർത്തകനും അറിയപ്പെടുന്ന മ്യൂസിഷ്യനുമായിരുന്നു എഴുപുന്ന ഗോപിനാഥ്. അദ്ദേഹം 1/5/24 മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പറവൂർ ചാലാക്ക മെഡിക്കൽ കോളേജിനാണ് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ദാനം ചെയ്ത് അദ്ദേഹം നേത്രദാനവും നടത്തിയിരുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ ചേച്ചിയെയും മകളെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ സമീപത്തുള്ള ആളൂര് വ്യത്യസ്ത മേഖലയിൽ പ്രാമുഖ്യം തെളിയിച്ചെന്ന വ്യക്തിയായിരുന്നു എടത്താടൻ മാതാമാഷ്. അദ്ദേഹം 21/25 മരണപ്പെട്ടത്. അദ്ദേഹം CPIയുടെ ഭാരവാഹിയും അധ്യാപക രംഗത്തെ അധ്യാപക സംഘടനാ നേതൃത്വത്തിലും സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു മാതാമാഷ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതശരീരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നൽകുകയായിരുന്നു.
അതിൻ്റെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മാഷുടെ മകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മകളെ ഏറ്റവും സ്നേഹത്തോടെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. യുക്തിവാദി എന്നൊരു മാസിക നേരത്തെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുഖ്യ പത്രാധിപരായിരുന്നു ഉണ്ണി കാക്കനാട്. അദ്ദേഹത്തിൻ്റെ മരണം അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ കണ്ണുകളും ശരീരവും മെഡിക്കൽ കോളേജിൽ ദാനം ചെയ്യുകയായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പത്മിനി ചേച്ചി കഴിഞ്ഞ 31/25 മരണപ്പെട്ടു. ചേച്ചിയുടെ മൃതശരീരവും അവരുടെ ആഗ്രഹപ്രകാരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യുകയായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിയുടെയും പത്മിനി ചേച്ചിയുടെയും ഓർമ്മകളും നിലനിർത്തിക്കൊണ്ട് ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഉണ്ണിയുടെ പത്മിനി ചേച്ചിയുടെ മക്കളായ സജ്ജനെയും സർഗനെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. രണ്ടുപേരും പുറത്തെന്തോ ആവശ്യത്തിന് പോയിരിക്കുകയാണ്. 2 മരുമക്കളാണ്, പേരക്കുട്ടിയുമാണ് ആദരവ് ഏറ്റുവാങ്ങുന്നത്. പ്രഭാകരൻ കിഴ്പ്പള്ളിക്കര അവരുടെ കുടുംബങ്ങൾ സദസ്സിൽ എത്തിയിട്ടുണ്ടെങ്കിലെന്ന് അടുത്ത പ്രഭാകരൻ കിഴ്പ്പള്ളിക്കരയാണ്. ദീർഘകാലം കേരളത്തിന് വെളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ നെല്ലായിക്ക് സമീപമുള്ള പന്തല്ലൂരാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. 1/2/2016 പ്രഭാരിയേട്ടൻ മരിച്ചത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ദാനം ചെയ്യുകയായിരുന്നു. നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ നമ്മൾ ആദരിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് മോഹൻദാസ് മാഷാണ്. നമ്മുടെ സമീപത്ത് തന്നെയുള്ള പന്തല്ലൂരാണ് അദ്ദേഹം താമസിക്കുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിലും ലൈബ്രറി പ്രവർത്തന രംഗത്തും മറ്റ് സാമൂഹ്യ രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. കേരള യുക്തിവാദി സംഘത്തിൻ്റെ സഹയാത്രികനായിരുന്നു മോഹൻദാസ് മാഷ് കഴിഞ്ഞ 7/10/23 മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ മൃതശരീരം തൃശ്ശൂർ മെഡിക്കൽ കോളേജിന് നമ്മൾ അദ്ദേഹം ദാനം ചെയ്യുകയായിരുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ സാദരം സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. അതിലാരും എത്തിയിട്ടില്ല. നടുമുറി തങ്കത്തിൻ്റെ മകൻ പ്രശാന്ത് എത്തിയിട്ടുണ്ടോ? പ്രശാന്ത് ഇല്ല. അടുത്ത ആദരിക്കുന്ന നമ്മൾ തച്ചോർപ്പി പൗലോസേട്ടനെയാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച പോലെ ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ നടക്കുന്നതിന് കാരണബോധനായ തച്ചുപുറം പൗലോസ് അവരുകളെ ഏറ്റവും സ്നേഹത്തോടെ ഈ സംഘാടക സമിതി ആദരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പൗലോസേട്ടനെയും ആദരവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ ധർമ്മരാജ് അടാട്ട് അവരുകളെയും സാദരം ക്ഷണിക്കും. മൃതശരീരം ദാനം ചെയ്തവരിൽ ഇനി ഏതെങ്കിലും കുടുംബങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ആദരവ് കൂടി ഇവിടെ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാം സുഖമായി കിടന്നുറങ്ങുമ്പോൾ
നമ്മളുടെ അതിർത്തി കാത്തുകൊണ്ട് നമ്മൾക്കെല്ലാം കാവൽക്കരയിൽ നിലകൊള്ളുന്ന ഒരു ബഹുമാന്യ വ്യക്തി PR ശിവദാസ്. അദ്ദേഹം 42 വർഷമായിട്ട് സൈനിക സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേജിലേക്ക് വരണം. സാധാരണ എല്ലാവരും 10-12 വർഷം കഴിഞ്ഞാൽ സേവനം പൂർത്തിയാക്കി മറ്റു ജോലികളിലേക്ക് VRS എടുത്ത് വരുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് 42 വർഷമായി അദ്ദേഹം സൈന്യത്തിൽ സേവനമഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട PR ശിവദാസ് അവർകളെ നമ്മൾ ഈ സംഘാടക സമിതി ആദരിക്കുകയാണ്. ആദരിക്കുന്നതിന് വേണ്ടി ഈ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഇരിങ്ങൽ കൃഷ്ണൻ മാഷ് അവർകളെ ക്ഷണിക്കുന്നു. Piece of paper.